ഓൾറെഡി എനിക്ക് ഒരു നമുക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ ഉണ്ടാവുന്ന എനിക്ക് എമർജൻസി. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായ വീഡിയോ ആണ്. ഒരു പെൺകൊച്ച് ഒരു ബസ് യാത്ര, സൂപ്പർ ഫാസ്റ്റ് ബസ് യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ കൊച്ചിന് എംബ്രസി കേസാന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോടും കണ്ടക്ടറോടും പറഞ്ഞിട്ട് അവർ നിർത്തിയില്ല. അങ്ങനെ നിർത്താൻ വന്നപ്പോ കൊച്ചിനെ ഇന്ന സ്റ്റോപ്പിൽ നിർത്താൻ വേണ്ടി നിർത്തിയില്ല. അവർ വന്നപ്പം അവർ പറഞ്ഞ ടിക്കറ്റ് എടുത്ത സ്റ്റോപ്പിൽ നിർത്തത്തുള്ളായിരിക്കും, അത് പ്രീമിയർ ആയി, അതുകൊണ്ടായിരിക്കും അവർ നിർത്താനേ. പക്ഷെ ഒരു എംബ്രസി കേസാന്ന് പറഞ്ഞുണ്ട്. അത് എന്താ കേസെന്ന് അറിഞ്ഞുകൊണ്ട് നിർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിർത്തുന്ന ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് ആ കൊച്ചിന്റെ വീഡിയോ കണ്ടിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. മിംസിൻ്റെ അടുത്ത് നിർത്തി തരുമെന്ന് ചോദിച്ചു. അതും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാനത് ഓൾറെഡി എനിക്ക് ഒരു നമുക്ക് ടോയ്ലറ്റ് പോകുമ്പോൾ ഉണ്ടാവുന്ന എനിക്ക് എമർജൻസി ആയിട്ടൊന്ന് എനിക്കിവിടെ നിർത്തി തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആവശ്യം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, ഇത് കുറച്ച് ദിവസം മുമ്പ് കാണുന്ന സംഭവമാണ്. അത് ഈയിടെയാണ് വൈറലായത്. ആരോ എടുത്ത് ആ ബസ്സിനകത്തിരുന്ന് ആരോ എടുത്ത് വീഡിയോ എടുത്തിട്ട് അങ്ങനെയാണ് ഇത് വൈറലായത്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. ആ കൊച്ചു പറയുന്നുണ്ട് എനിക്ക് എമർജൻസി കേസാണ്, ഇവിടെ ഇന്ന സ്റ്റോപ്പിൽ നിർത്താൻ പറയുന്നുണ്ട്. പക്ഷെ കണ്ടക്ടറും ഡ്രൈവറും അത് മൈൻഡ് ചെയ്യുന്നില്ല, അവർ നിർത്താൻ താല്പര്യം കാണിക്കുന്നില്ല. എമർജൻസി കേസാണ് പറയുമെങ്കിലും ആ ഡ്രൈവർക്കും കണ്ടക്ടറും മനസ്സിലാണ്ട്. പ്രത്യേകിച്ച് ഒരു ലേഡിയാണ് പറഞ്ഞത്, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയത്തില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. ഒന്ന് നിർത്തിയേക്കാം, ഒന്ന് നിർത്തിയെന്നും വെച്ച് ബസ്സിന് ട്രിപ്പും മുടങ്ങുന്നില്ല, ഈ യാത്രക്കാരുടെ സമയം നഷ്ടപ്പെടുന്നില്ല, ലോകം അവസാനിക്കാനും പോകുന്നില്ല. ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആ കൊച്ചിനെ ഒഴിക്കും പോലെ ഈ വണ്ടി എത്ര എത്തുകയും ചെയ്തതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന്. പക്ഷെ നിങ്ങൾ അവിടെ ഒരു ക്ഷമ കാണിച്ചില്ല, കണ്ടക്ടറും ഡ്രൈവറും. നിങ്ങൾ അതപ്പോ നിങ്ങളുടെ ജാട കാണിച്ചു. അല്ലെങ്കിൽ ഈ KSRTC കണ്ടക്ടർമാരും ഡ്രൈവർക്കും ഇച്ചിരി ജാടയുണ്ട്. ചില സമയത്തൊക്കെ അവർ ഇച്ചിരി തണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ തണ്ട് കാണിക്കേണ്ട സമയത്തെ കാണിക്കുള്ളൂ, ആവശ്യമില്ലാത്ത കാര്യമൊന്നും കാണിക്കരുത്. ഈ കൊച്ചി എമർജൻസി കേസാന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങളൊന്ന് നിർത്തിയും പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെയൊക്കെ സ്വഭാവങ്ങൾ. അത് ഒരു പെൺകൊച്ചല്ലേ പറഞ്ഞേ, ഒരു എമർജൻസി കേസ് പറഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യം വിചാരിച്ചോണം, അത് നിർത്തി കൊടുത്തേക്കണം. ആ കൊച്ചിന് നിർത്തി കൊടുക്കാൻ വന്നോണ്ട് അത്രയും സാഹചര്യം മോശമായി പോയോണ്ടാണ് ആ കൊച്ചി ആ ഹാമർ എടുത്ത് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചേ. അതിന് ഗ്ലാസ് അടിച്ച് പൊട്ടിയ കൊച്ചു ക്ഷമയും പറഞ്ഞ് 28,000 രൂപ പിഴ അടച്ച്. അത് വേറെ കാര്യം. അതിനായി ഇടുക്കി കട്ടപ്പന റൂട്ട് അങ്ങനെ സഞ്ചരിക്കുന്ന വണ്ടിയാ. അതിന് അത്ര അന്നത്തെ ട്രിപ്പിന്റെ പൈസയും കൊടുത്ത് ആ ഗ്ലാസിനെ പൈസ കൊടുത്ത് 28,000 രൂപ കൊച്ചു വില അടച്ച് മാപ്പും പറഞ്ഞ്. ആ കൊച്ചിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഡ്രൈവറുടെ ഭാഗത്തും തെറ്റുണ്ട്. കാര്യം ചെയ്യുന്ന ആ കൊച്ച് പൊതു മുതൽ നശിപ്പിക്കാൻ പാടില്ലാന്ന്, അതുകൊണ്ടാണ് ആ കൊച്ചിന്റെ ഭാഗത്ത് തെറ്റാണെന്ന് പറയാം. പക്ഷെ ഡ്രൈവർക്ക് നിർത്താറുന്നേ. കാര്യം എമർജൻസി കേസ് എന്ന് പറയുമ്പോൾ ഒരു ലേഡീസ് പറയുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വിചാരിച്ച് നിർത്തി കൊടുക്കാന്ന്, അതും ചെയ്തില്ല. അപ്പം കണ്ടക്ടർ ഡ്രൈവറുടെ ഭാഗത്തും തെറ്റുണ്ട്, രണ്ട് ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷെ ഈ തെറ്റ് രണ്ടു കൂട്ടരും ചെയ്തിട്ടും ഈ സൈബർ ആക്രമണവും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റുകളെല്ലാം ഈ കൊച്ചിനെതിരെ വരുന്നത്. ഈ കൊച്ചു തെറ്റ് ചെയ്ത് ഹാമർ എടുത്ത് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് ആ കൊച്ചു ഭയങ്കര ഗുണ്ടായിസ കാണിച്ച് ഇതാണ് നമ്മൾ ആ കൊച്ചിനെതിരെ സൈബർ ആക്രമണം വരുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് കൈ കൂട്ടിയിടിച്ചാൽ സൗണ്ട് കേൾക്കത്തുള്ളൂ. തീ ഉണ്ടെങ്കിലേ പോയുള്ളൂ, അല്ലെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. അതായത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പൊ രണ്ടുപേരെയും കുറ്റം പറയണം. രണ്ടുപേരെയും സൈബർ ആക്രമിക്കുമ്പോൾ രണ്ടുപേരെയും ആക്രമിക്കണം. അല്ലാതെ ഒരാളെ തന്നെ കുറ്റപ്പെടുന്നത്. ആ കൊച്ചു ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. ആ കൊച്ചു പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് എനിക്ക് എമർജൻസി കേസാണ് നിർത്തുന്നത് പറഞ്ഞിട്ട് നിങ്ങൾ നിർത്താൻ പോണേ. നിങ്ങൾ നിർത്തി എന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ നിർത്താഞ്ഞാലേ ഈ പ്രശ്നം ഉണ്ടായത്. ആ കൊച്ചെന്താ എമർജൻസി കേസ് എന്ന് പറഞ്ഞറിയോ? ആ കൊച്ചിന് വാഷ്റൂമിൽ പോണാണ്. ഇപ്പൊ മഴക്കാലമൊക്കെ ആണ്, പെട്ടെന്ന് എല്ലാവർക്കും ഇങ്ങനെ വാഷ്റൂമിൽ പോകാനൊക്കെ പെട്ടെന്ന് വരും. ഈ മഴക്കാലമൊക്കെ തണുപ്പടിക്കുമ്പോ അങ്ങനെ ഉള്ളയാ. ആ കൊച്ചിനെ ഇപ്പൊ അത്യാവശ്യമായിട്ട് വാഷ്റൂമിൽ പോകാൻ ഉള്ള ഇതുകൊണ്ട് ആ കൊച്ചിങ്ങനെ എമർജൻസി കേസ് എന്ന് പറഞ്ഞേ. പക്ഷെ ആ കൊച്ചിനെ ഇപ്പൊ പബ്ലിക്കായിട്ട് ബസ്സിനകത്ത് നിന്ന് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമോ എനിക്ക് വാഷ്റൂമിൽ പോകണം, എനിക്ക് ഒന്നിന് പോകണമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റാത്ത കൊണ്ടാണ് ആ കൊച്ചു എമർജൻസി കേസ് എന്ന് പറഞ്ഞേ. ആ കൊച്ചിന് ചമ്മൽ വേണം അങ്ങനെ പറയാണ്ട്. അവർക്കും നല്ല ആർക്കും ചമ്മൽ കാണും പബ്ലിക്കായിട്ട് പറയാണ്ട്. ഏത് പെണ്ണുങ്ങൾക്കും ചമ്മൽ കാണും പബ്ലിക്കായിട്ട് പറയാൻ. അതുകൊണ്ടാണ് അവർ പറയുന്നത്. അത് മനസ്സിലാക്കി. ഇപ്പം എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയല്ലോ എമർജൻസി കേസ് പറയുമ്പോൾ. അതുകൊണ്ട് നിങ്ങൾക്ക് നിർത്താറുന്നല്ലോ. പറയാനുള്ള ചമ്മലുണ്ട് ആ കൊച്ചു പറയാനേ. അത് ആ കൊച്ചിന്റെ ഭാഗത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര സൈബർ ആക്രമണം വരേണ്ട വന്നത്. അല്ല അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു ചിലപ്പോൾ ഇത്ര സൈബർ ആക്രമണം വരത്തില്ല. പക്ഷെ ആ കൊച്ചിനെ ചമ്മലുകൊണ്ട് പറഞ്ഞാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കമന്റ് ഇടുന്നൊരു സൈബർ ആക്രമണം വഴിയുള്ള ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടു ഭാഗം അത് ന്യായമുണ്ടോ, രണ്ടു ഭാഗം തെറ്റുണ്ടോ ശരിയുണ്ടോ നോക്കിയിട്ടേ കുറ്റം പറയാനുള്ളൂ, നെഗറ്റീവ് കമന്റ് ഇടാനുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ കൊച്ചിനെതിരെ ഇങ്ങനെ ഈ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ ആ കൊച്ചിനെ ഭാവിയെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ? അതൊരു പെൺകൊച്ചാണ്, ഒരു കൊച്ചു പെണ്ണാണ്. അവർ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇത്ര അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ന്യായീകരിക്കുന്നില്ല അവരെ. അതായത് പൊതുസ്വത്തും ആർക്കും അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് സർക്കാർ വണ്ടിയോടാണ്. അപ്പൊ നശിപ്പിക്കാൻ അങ്ങനെ പറ്റത്തില്ല. പക്ഷെ അത് നശിപ്പിച്ചതിന്റെ പകരം പാരിതോഷികമായിട്ട് അവർ 28,000 രൂപ കൊടുത്തിട്ട് മാപ്പും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എന്നിട്ടും അവരെ സൈബർ ആക്രമണത്തിന്റെ കാര്യമില്ല,
അവർക്കെതിരെ നെഗറ്റീവ് കമന്റ് കാര്യമില്ല. അവര് ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ കാര്യങ്ങൾ അവിടെ വെച്ച് അവർ പറഞ്ഞ് തീർത്ത കാര്യമാണ്. രണ്ടു കൂട്ടരും പറഞ്ഞ് കോംപ്രമൈസ് ആയി പൈസ അടച്ച കേസാണ്. പിന്നെ അവർക്കെതിരെ സംസാരിക്കുന്ന കാര്യമില്ല. നിങ്ങൾ ഈ ഡ്രൈവറെതിരെയും കണ്ടക്ടറെതിരെയും നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ ഈ കൊച്ചു ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചതിന്റെ പേരിൽ ഈ കൊച്ചിനെ ഇങ്ങനെ വേട്ടയാടുവാണ്. ചാനലിലെല്ലാം സോഷ്യൽ മീഡിയയിലെ കൊച്ചിനെ വേട്ടയാടുവാൻ നെഗറ്റീവ് പറയുകയാണ്. നിങ്ങൾ ആ കൊച്ചിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഒന്നും അറിയണ്ട, ഈ നിങ്ങളുടെ കണ്ണിൽ എന്താ കാണുന്നത് അതാ ശരി നിങ്ങൾ തോന്നുക. ഇവര് രണ്ടു കൂട്ടരും തെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടു കൂട്ടരെ ഞാൻ ന്യായീകരിക്കുന്നില്ല, രണ്ടു കൂട്ടരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. കൊച്ചും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഡ്രൈവറും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും കുറ്റം പറയണം. അല്ല ഒരാളെ പേര് തന്നെ കുറ്റം ചുമർത്തപ്പെടുത്തരുത്. ഒരാളൊരു കുറ്റം ചെയ്തിട്ടുണ്ട്, ആ കുറ്റം ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഒരാൾ കാണും. അല്ലാതെ ഒരാൾക്കൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ കൊച്ച് ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി പകുതി ഡ്രൈവറും കണ്ടക്ടറും ഭാഗത്താണ് അതിന് ഉത്തരവാദി ഏറ്റെടുക്കേണ്ടത്. അല്ല ആ കൊച്ചു തന്നെയല്ല. അല്ല ആ കൊച്ചു സുപ്രഭാതത്തിൽ ഒരു ഷോ കാണിച്ച് മാസ് കാണിച്ച് ഹാമർ എടുത്ത് ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് സ്ലോ മോഷൻ നടന്നു പോകുന്നല്ല. ആ കൊച്ചിന് പറഞ്ഞിട്ട് നിർത്തിയില്ല അവര്. അതുകൊണ്ട് ആ കൊച്ചങ്ങനെ ചെയ്യേണ്ടി വന്ന്. അത് ഇങ്ങനെയുള്ള വാഷ്റൂം കേസ് ആയിട്ട് മാത്രം അങ്ങനെ ചെയ്യേണ്ടി വന്നേ. പക്ഷെ ആ കൊച്ചിന് പിന്നീട് വിഷമം തോന്നി. അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ സെറ്റിൽമെന്റ് ചെയ്തത്. അപ്പൊ ഒരാളെ നമ്മൾ കുറ്റം പറയുമ്പോൾ ആ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടോ ന്യായം ഇല്ല എന്നൊക്കെ അന്വേഷിച്ചിട്ടേ ഒരാൾക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടാവുള്ളൂ. എനിക്ക് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവരോടെ പറയാവുള്ളൂ. കാള പറ്റുന്ന പറഞ്ഞ കയറെടുത്തുകൊണ്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തുന്നതാണ് നല്ലത്. അത് ഓരോരുത്തരെയും നിങ്ങൾ ഉപദ്രവിച്ചിരിക്കണം. ഓരോരുത്തരെയും നിരപരാധിയായ ആൾക്കാരെ നിങ്ങൾ ഉപദ്രവിച്ചിരിക്കണം. അവരെ നിങ്ങൾ ആത്മഹത്യക്ക് വക്കിൽ എത്തിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഈ സ്വഭാവം കാരണം, നെഗറ്റീവ് കമന്റ് കാരണം. ഈ കൊച്ചിനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? തെറ്റുണ്ട്, ആ തെറ്റ് ഏറ്റു പറഞ്ഞ് അതിന് പിഴ അടച്ചിട്ടുണ്ട്. പിന്നെയും അതിനെതിരെ സംസാരിക്കേണ്ട കാര്യമില്ല, നെഗറ്റീവിന്റെ കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. പാവപ്പെട്ട കൊച്ചിനെ ജീവിക്കാൻ വിടും. ഒരു പ്രശ്നം നടന്നെന്ന് പറഞ്ഞ് ഒരാളുടെ പേരയിൽ പൊങ്കാലിടാതെ, അത് നല്ല സ്വഭാവമല്ലേ? എന്ത് പ്രശ്നം നടന്നാലും ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് എങ്ങനെ സംഭവം ഈ ഒരു കേസിട്ട് വന്നിട്ട് നിങ്ങൾ അവർക്കെതിരെ നെഗറ്റീവ് കമന്റ് ഇടുവോ? ഒന്നുമില്ല. അപ്പൊ ആരെന്തും ചെയ്ത് തരാൻ ഒരു രസമുണ്ട് കാണാൻ, മനസ്സിലായേ? ഒരു കൗതുകം കണ്ടോണ്ടിരിക്കാനും അതിന് പൊളിഞ്ഞിരുന്ന് കമന്റ് ഇടാനൊക്കെ ഒരു രസമുണ്ട്. അത് നല്ല സ്വഭാവമല്ല.